സ്റ്റേജിലൊക്കെ പാടുമ്പോ ഈ പറഞ്ഞ കറക്റ്റ് ഹൈറ്റിനൊത്ത ആളൊക്കെ ആയിട്ട് നിന്ന് പാടണമല്ലോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഏത് ടൈപ്പ് ചെരുപ്പ് എന്റെയിലുണ്ട്. ഇളയ മോനായതുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ കൊഞ്ചിക്കൽ കൂടുതൽ ഉണ്ടാവും. ഒരു പെറ്റ് തന്നെയായിരുന്നോ ചെറുപ്പത്തില്? ഭയങ്കര ഇപ്പൊ നീ ഒരു തെറ്റാണെന്നാണ്. ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഒരു സീരിയലിലെ നായകനാണ്. ഒറ്റ തെറ്റ് ശ്രീകുമാരൻ തമ്പി സാർ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യൂ മാഡം. ഇവരെയും എന്നെ രക്ഷപ്പെടുത്തൂ മാഡം. എന്റെ മകനെ ഇതിലേത് വേണം എടുക്കാം. എന്നെ തിരുത്തി തരുന്ന ആളാണ് ഈ ജോൽസിനൊക്കെ. എവിടെയെങ്കിലും പോയി വേറെ വിദേശത്ത് ഒരു കാര്യമില്ലാതെ ഹോട്ടൽ റിസപ്ഷനിൽ താക്കോല് ചോദിക്കും, ഇംഗ്ലീഷ് തെറ്റിപ്പോയ അവരെന്ത് വിചാരിക്കും. പിന്നെ സാഹിബിന്റെ പെങ്ങളെ എനിക്ക് കല്യാണം ആലോചിക്കാൻ പോവല്ലേ. ഞാനല്ലേ നമുക്ക് ഈ പ്രായത്തിലോട്ട് പോകാം. അതുകൊണ്ട് എൻജോയ് ചെയ്യുക. ഒരു പൂമ്പാറ്റകളെ പോലെ ഇങ്ങനെ സ്നേഹിച്ച് സന്തോഷിച്ച് അല്ലെ, കൂട്ടുകാരും ഒക്കെ ഇരിക്കരുത്. അവനെന്നെ നോക്കിയ പോലും പാട്ട് തെറ്റരുതെന്ന് ഒരു നിമിഷം ഞാൻ വിചാരിച്ചു ഞാൻ സെറ്റിലെ പ്രോപ്പർട്ടി ആണോ. ഇല്ല, ഞാനിപ്പോ ഒന്നും കല്യാണമൊന്നും കഴിക്കില്ല. ഒരു 40-45 നമ്മളൊക്കെ ആ വയസ്സിലോട്ടൊന്ന് എഴുതി കാണിക്കാൻ കൊതിക്കുന്നു അല്ലെ. ഇപ്പൊ ആ വയസ്സ് എഴുതി കാണിക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തിരിച്ചിട്ടാ പോലും അങ്ങനെ ആവുന്നു. സൂപ്പർ സാധനം, ഒരു കുഴപ്പമില്ല. ഉഗ്രനാന്ന് പറയുന്ന പോലെ അത്രയും വാക്കുകൾ എന്നെ പറ്റി പറയുന്നത് കേട്ടു. ഇവർക്കെല്ലാം എന്നെ വളരെ നന്നായിട്ട് അറിയാം. ഇവര് മേടിക്കുകയല്ല, എനിക്ക് ഉറപ്പാണ്. എന്ത് പറഞ്ഞാലും ഇവര് മേടിക്കാൻ പോലുള്ള ഒറ്റ കാര്യം മാത്രം എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ടോട്ടൽ സോങ് കുറച്ചൊന്ന് പതിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്. ശബ്ദം ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നേന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ കോമ്പറ്റീഷൻ ശ്രദ്ധിക്കുക. അല്ലാണ്ട് ജാൻവിയെ മാത്രം ശ്രദ്ധിച്ചാ പോരാ. തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം. പിന്നെ നിന്റെ അഞ്ജനം എഴുതല് ഭയങ്കരമായിരുന്നു കേട്ടോ. കണ്ണിലെ പീള എടുത്ത് കളയുന്ന